നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നീട്ടുന്നതിനെതിരെ CPIM കോടതിയിലേക്ക്. തെരഞ്ഞെടുപ്പ് അനിശ്ചിതമായി നീട്ടാൻ സർക്കാർ ഗൂഢനീക്കം നടത്തുന്നുവെന്ന് കോടിയേരി. പുനർവിഭജനം നിയമക്കുരുക്കാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആശങ്ക. നാളെ സർവകക്ഷി യോഗം. സ്വയം വിരമിച്ച സൈനികരും ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതിയുടെ പരിധിയിൽ. പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടേത്. വിവാദമല്ല, സംവാദമാണ് രാജ്യത്തിന് വേണ്ടതെന്ന് നരേന്ദ്രമോദി. വിമുക്ത ഭടന്മാർ നിരാഹാര സമരം അവസാനിപ്പിച്ചു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ CPM നടത്തിയ ഘോഷയാത്രയെ ചൊല്ലി ഇടതുമുന്നണിയിൽ വിവാദം. ആത്മീയതയും വിപ്ലവവും ഒരുമിച്ച് പോകില്ലെന്ന് കാനം. നടത്തിയത് മതേതര ഘോഷയാത്രയെന്ന് കോടിയേരിയുടെ മറുപടി. പാർട്ടി അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ലെന്ന് VS അച്യുതാനന്ദൻ. ബാർഗോഴ കേസിൽ ഹാജരാകുന്നതിൽ നിന്ന് വിജിലൻസ് നിയമോപദേഷ്ടാവ് CC അഗസ്റ്റിനെ മാറ്റി. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ പകരം ഹാജരാകും. മാറ്റത്തിന് പിന്നിൽ വിജിലൻസിനെതിരായ കോടതി വിമർശനമെന്ന് സൂചന. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മധ്യേഷ്യയിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം. ഹംഗറി യാത്രാവിലക്ക് നീക്കി. ജർമ്മനിയിലേക്കും ഓസ്ട്രിയയിലേക്കും അഭയാർത്ഥികളുടെ ഒഴുക്ക്. വിശദമായി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ നടത്തിയില്ലെങ്കിൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. നാളത്തെ സർവകക്ഷി യോഗത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കണമെന്നും തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് കമ്മീഷൻ കൂട്ടുനിൽക്കരുതെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ നാളെ സർവകക്ഷി യോഗം ചേരാനിരിക്കെയാണ് കമ്മീഷനെ പ്രതിസന്ധിയിലാക്കുന്ന പ്രഖ്യാപനവുമായി ഇടതു പാർട്ടികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒക്ടോബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഇല്ലെങ്കിൽ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഒരു കാരണവശാലും നീട്ടിവെക്കാനുള്ള തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഹൈക്കോടതി നടപ്പാക്കുന്നില്ലെങ്കിൽ അതിനെതിരായി സ്വീകരിക്കാൻ പറ്റുന്ന നിയമ നടപടി ഞങ്ങൾ ആലോചിക്കും. നാളത്തെ സർവകക്ഷി യോഗത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കണം. നവംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പ്രായോഗികമല്ലെന്നും കോടിയേരി വ്യക്തമാക്കി. ഒക്ടോബർ മാസത്തിൽ തന്നെയുള്ള തീയതി പ്രഖ്യാപിക്കേണ്ടത്. പെരുമാറ്റച്ചട്ടം സർവകക്ഷി യോഗം കഴിയുന്നതോടുകൂടി തന്നെ പ്രാബല്യത്തിൽ വരികയും ചെയ്യണം. നവംബർ എന്ന് പ്രഖ്യാപിച്ച ആളുകൾ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കും. അപ്പോൾ ഗവൺമെൻറ് പറയുന്ന നവംബർ വേണ്ട, ഡിസംബർ ആക്കാം എന്ന് പറഞ്ഞ് നീട്ടാനുള്ള തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. നവംബർ 1 ശേഷം തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് സർക്കാർ തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്നും കോടിയേരി ആരോപിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കമാൽകുട്ടി, ഒപ്പം തന്നെ അജയ് തറയിൽ, KN ഖാദർ എന്നിവരും ചർച്ചയിൽ പങ്കുചേരുന്നു. ആദ്യം ശ്രീ കമാൽകുട്ടി, 28 നഗരസഭകളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ 6 ഗ്രാമപഞ്ചായത്തുകളിലും 30 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 13 ജില്ലാ പഞ്ചായത്തുകളിലും വാർഡ് പുനർവിഭജനം നടത്തേണ്ടി വരും. അതിനാൽ ഹിയറിംഗ് ഉൾപ്പെടെ നടത്തി ഇവയുടെ അന്തിമ പട്ടിക ഒക്ടോബർ 15-ന്, അടുത്ത മാസം 15-ന് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും കരുതുന്നത്. തുടർന്ന് നവംബർ 30 വരെയുള്ള 46 ദിവസം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ ഫലപ്രഖ്യാപനം വരെ നടത്താം എന്നുമാണ് ഷെഡ്യൂൾ. ആ ഷെഡ്യൂൾ ആയിരിക്കും നാളത്തെ സർവകക്ഷി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുക. അങ്ങനെയാണെങ്കിൽ നവംബർ 24, നവംബർ 26 എന്നീ 2 ഘട്ടങ്ങളിലായോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ദിവസമായോ തെരഞ്ഞെടുപ്പ് നടത്താം എന്ന നിലയിലാണ് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നൊരു ചിന്ത ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുണ്ട്. അത് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് കോടതിയിലേക്ക് പോയാൽ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് നീങ്ങും എന്നും ഭീഷണിയുണ്ട്. അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? സാധാരണഗതിയിൽ ആരും ഇത്തരം കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾക്കെതിരെയോ കോടതിയിൽ പോകാതിരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത്തവണയും സുഗമമായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമെന്നാണോ വിശ്വസിക്കേണ്ടത്? ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആഗസ്റ്റ് 20-ന് ഒരു ഇൻട്രീം ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഇൻട്രീം ഓർഡർ റീട്രീറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് സെപ്റ്റംബർ 3-ാം തീയതി രണ്ടാമതും ജഡ്ജ്മെൻറ്റ് ഇൻട്രീം ഓർഡർ പ്രഖ്യാപിച്ചത്. ഈ 2 കേസിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാരമേറ്റെടുത്തത് 2010 നവംബർ 1-നാണ്. അതുകൊണ്ട് 2015 നവംബർ 1-ാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാരമേറ്റെടുക്കത്തക്ക വിധത്തിൽ
ഇലക്ഷൻ നടത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭരണഘടനാപരമായ ബാധ്യതയാണെന്ന് കിഷൻ സിംഗ് തോമാർ കേസ് ഉദ്ധരിച്ചുകൊണ്ട് ആഗസ്റ്റ് 20-ാം തീയതിയത്തെ ഇൻട്രീം ഓർഡറിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 3/9 അതായത് 3-ാം തീയതിയത്തെ ഇൻട്രീം ഓർഡറാണ്. ഇൻട്രീം ഓർഡർ IA ആണ്, ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്തുകൊണ്ട് പറഞ്ഞത് അതുതന്നെയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഹൈക്കോടതി വ്യത്യസ്തമായ നിലപാട് എടുത്തിട്ടില്ല. വ്യത്യസ്തമായ നിലപാട് എടുത്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഗവൺമെൻറ് നേരത്തെ തന്നെ നീട്ടിവെക്കാനുള്ള ആഗ്രഹമാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഘട്ടത്തിൽ നീട്ടിവെക്കില്ല, നവംബർ 1-ാം തീയതി തന്നെ പുതിയ ബോഡികൾ അധികാരത്തിൽ വരുന്ന വിധത്തിൽ നടത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ മലക്കം പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ നിയമക്കുരുക്കിലേക്കല്ല, വളരെ അബ്സേർഡായ സിറ്റുവേഷനിലേക്കാണ് സംഗതികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ അപ്സൈഡ്? അതിലേക്ക് മടങ്ങിയെത്താം. അജയ് തറയിൽ KPCC വക്താവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അജയ് തറയിൽ, ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ചു പറയുകയാണ് ഒക്ടോബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കണം എന്ന്. അതായത് ഒക്ടോബർ 1-ാം തീയതി പുതിയ ഭരണസമിതി വരുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന്. അതിന് സാധ്യമല്ല എന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ കോടതിയിൽ പോകും എന്ന ഭീഷണിയാണ് CPM ഉയർത്തുന്നത്. അല്ല, CPM ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോർഡ് തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ അവര് ചില ആളുകൾ കോടതിയിൽ പോയതും ഈ കാലതാമസം ഉണ്ടാക്കിയതും. ഇപ്പോൾ CPM ആണോ അട്ടിമറിക്കുന്നത് എന്നുള്ള ഒരു പരിശോധന നമുക്ക് നടത്തേണ്ടി വരുമല്ലോ ശ്രീ അജയ് തറയിൽ. താങ്കൾ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് ശബരിമല, ഇതിനകം തന്നെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി കഴിഞ്ഞു, നവംബർ മാസം തെരഞ്ഞെടുപ്പ് നടത്തുക സാധ്യമല്ല. ശബരിമല സീസണാണ്. ഒരുപാട് പോലീസുകാരെ ആ റൂട്ടിൽ തന്നെ നിയോഗിക്കേണ്ടി വരും. ആ ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 24-നോ 26-നോ അല്ലെങ്കിൽ 24-നും 26-നും എന്നീ 2 ഘട്ടങ്ങളിലാണ്. പിന്നെ എങ്ങനെയാണ് സാധിക്കുക നവംബറിൽ? അപ്പോൾ നവംബറിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ആദ്യം ഒരു തീരുമാനമെടുക്കും. അപ്പോഴേക്കും ആളുകളുടെ എതിർപ്പ് വരും. അയ്യോ, നവംബറിൽ ശബരിമല സീസണാണ്, ആ സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ പാടില്ല എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും? ഡിസംബറിലേക്ക് തെരഞ്ഞെടുപ്പ് നീട്ടും. അങ്ങനെ നീട്ടി കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങളുടെ പണി. ഒരിക്കലുമല്ല നികേഷേ. രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞല്ലോ, ഫോഴ്സുകളെ വേറെ വിന്യസിക്കാൻ ഉണ്ടാകും. എവിടുന്ന് ഫോഴ്സ് വേറെ എവിടുന്നാണ് ഉണ്ടാകുമെങ്കിലും അത് പരിഹരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദയവായി തുടരുക. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അടുത്ത സംസ്ഥാനങ്ങളിൽ ഫോഴ്സ് ഉണ്ടല്ലോ, അവയെ കൊണ്ടുവന്ന് നമുക്ക് ശബരിമല നിർവഹിക്കാം. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ പോലീസിനെ ഉപയോഗിക്കാം. ഇങ്ങനെ ആളുകളുടെ കൺകെട്ടി ഈ വിഷയത്തെ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കരുതേ ദയവായി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതെ, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളാണ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നാണ് എൻ്റെ സ്നേഹിതൻ അജയ് തറയിൽ പറയുന്നത്. അജയ് തറയിലിന് പഴയ കാര്യം ഓർമ്മയില്ലേ? UDF ഭരിക്കുമ്പോൾ എപ്പോഴെങ്കിലും തെരഞ്ഞെടുപ്പ് യഥാസമയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടോ? LDF നടത്തിയിട്ടില്ല. 16 വർഷം 17 വർഷം കഴിഞ്ഞില്ലേ നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തും? LDF നടത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയത് LDF ആണ്. 1 മാസം വൈകിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. അത് പറയാനൊന്ന് അനുവദിക്കൂ നികേഷ്. ആ 1 മാസം എങ്ങനെയാണ്? കോടതി നിർദ്ദേശിച്ച അനുസരിച്ചാണ്. കോടതി നിർദ്ദേശിച്ചനുസരിച്ചാണ്. LDF ആവശ്യപ്പെട്ടിട്ടില്ല. കോടതി പറഞ്ഞു ഒരു പഞ്ചായത്തിന് കോടതി പറയുകയാണ് 1 മാസം കഴിഞ്ഞ് മാത്രം തെരഞ്ഞെടുപ്പ് നടത്താൽ മതി എന്ന്. ആനന്ദവട്ടാണെന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും വിശ്വസിക്കുമോ? നടത്തിയിട്ടുള്ളത്. പിന്നെ എങ്ങനെ താങ്കൾ പറയുന്നു കോടതി പറഞ്ഞിട്ടാണ് 1 മാസം വൈകിയത് എന്ന്. തെറ്റാണത്. പകരം 1 മാസം വൈകി തെരഞ്ഞെടുപ്പ് നടത്താൻ നിങ്ങൾ നിശ്ചയിച്ചപ്പോൾ ആരും കോടതിയിൽ പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് കോടതി അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. കോടതി ഒരു പഞ്ചായത്തിന്റെ തർക്കം വന്നപ്പോൾ ഹൈക്കോടതി ചോദിച്ചു, നിങ്ങൾക്ക് ആ പഞ്ചായത്ത് കൂടെ ചേർത്ത് 1 മാസം കഴിഞ്ഞ് നടത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അംഗീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയല്ല, ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം ഇലക്ഷൻ കമ്മീഷനാണ് കോടതിയിൽ പോയത്. അത് കഴിഞ്ഞ ദിവസം ശ്രീ കമാലുട്ടി പറയുണ്ടായി. ശ്രീ കമാലുട്ടി, താങ്കൾക്കാണ് അത് വിശദീകരിക്കാൻ കഴിയുക. കഴിഞ്ഞ ശ്രീ ആനത്തലവട്ടം ആനന്ദം പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. കഴിഞ്ഞ തവണ കോടതിയാണ് ഈ പഞ്ചായത്ത് കൂടി ഉൾപ്പെടുത്തി നിങ്ങൾക്ക് 1 മാസം വൈകിയാണെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തിക്കൂടെ എന്ന് ചോദിച്ചത്. താങ്കളായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ.
2010 സമയബന്ധിത ഒക്ടോബർ 2-ാം തീയതി ഭരണസമിതിയുടെ അധികാരം ഏറ്റെടുക്കുന്ന വിധത്തിൽ സമയബന്ധിതമായി ഇലക്ഷൻ നടത്താൻ സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അത് പല കാരണങ്ങളാൽ. അതിനുശേഷം അത് വിവിധ രാഷ്ട്രപക്ഷികളുടെ മീറ്റിംഗ് ആഗസ്റ്റ് 12-ാം തീയതി മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു ചേർത്തു. ആ മീറ്റിംഗിലെ കോൺസെൻസസ് ഇലക്ഷൻ ഒന്നിച്ച് ഒരേ സമയത്ത് നടത്തിയാൽ മതി, 2 ഘട്ടത്തിൽ നടത്തേണ്ട, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ് സമ്മതിച്ചു. അതിൻ്റെ ബേസിലാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്തത്. ആ അഫിഡവിറ്റിൽ ഫയൽ ചെയ്യുമ്പോൾ 1 മാസം നീട്ടിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ 1 മാസം നീട്ടിവെക്കുന്നത് ശരിയല്ല എന്നുള്ള തികഞ്ഞ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ കോടതി പോയത്. എനിക്കറിയാം സാധാരണഗതിയിൽ 1 മാസം നീട്ടിവെക്കാൻ കോടതി അനുവദിക്കില്ല എന്ന്. പക്ഷേ എൻ്റെ മഹാഭാഗ്യത്തിന് 1 മാസം നീട്ടിവെക്കാൻ കോടതി അനുവദിച്ചു. അങ്ങനെയാണ് 2010 1 മാസം നീണ്ടുപോയത്. ഇനി എന്നെ പറയാൻ അനുവദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് അബ്സർഡ് സിറ്റുവേഷൻ, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതിൻ്റെ പരമ അബദ്ധങ്ങളെന്ന് പറയാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഇല്ല, നിൽക്കൂ, ഞാൻ മടങ്ങിയെത്താം. ശ്രീ ആനന്ദവട്ടമാനന്ദൻ, അതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്ന തീയതിയുമായി യോജിച്ചു പോകാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. കോടതി പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ നോക്കുക. തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്വവും കമ്മീഷന് മാത്രമാണ്. തെരഞ്ഞെടുപ്പിന് 1 മാസം കൂടി സമയം നീട്ടിത്തരണം എന്ന സർക്കാരിൻ്റെ അപേക്ഷ യിൽ പ്രത്യേകമായ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടില്ല എങ്കിൽ തന്നെയും തീർത്തൊന്നും പറയാതെ കോടതി അത് കൈയൊഴിയുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൻ്റെ പരമാധികാരി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് നവംബർ മാസം തെരഞ്ഞെടുപ്പ് നടത്താം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, അതിനനുസരിച്ച് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ശ്രീ ആനന്ദവട്ടമാനന്ദൻ, അന്നേരം നിങ്ങൾ കേസും കൂട്ടവും കൊണ്ടുപോയി ഈ തെരഞ്ഞെടുപ്പിനെ ആകെ അട്ടിമറിക്കാൻ നോക്കരുത്. അങ്ങനെ അട്ടിമറിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? സംഭവിക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നടത്തേണ്ടി വരുമെന്ന പ്രത്യേക സാഹചര്യമാണ്. അതിനിടവരുത്തരുത് ദയവായി. അല്ല, ഞങ്ങൾ അസന്നിഗ്ധമായി ഇന്ന് പറഞ്ഞിട്ടുണ്ട്, നാളെ സർവകക്ഷി യോഗം കൂടുകയാണ്. ആ സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ ആവർത്തിച്ച് പറയാൻ പോവുകയാണ്, നവംബർ 1 ചാർജ് എടുക്കത്തക്ക വിധം തെരഞ്ഞെടുപ്പ് നടത്തണം. ഞങ്ങൾ നീട്ടാൻ പറയുന്നില്ല. ഇലക്ഷൻ കമ്മീഷനാണ് ഇപ്പോൾ നീട്ടാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റും ഇലക്ഷൻ കമ്മീഷനും കൂടി ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ധാരണയാണ്. കോടതി പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പുള്ള ചർച്ചയിൽ തന്നെ ഞാൻ പറയുണ്ടായി, കോടതിയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായി നടത്തേണ്ട നിശ്ചിത സമയത്തിനിടയിൽ നടത്താനല്ലാതെ കോടതി ഇങ്ങോട്ട് സാവകാശം കൊടുക്കും. ഇവരുടെ റിക്വസ്റ്റ് അനുസരിച്ച്, ഗവൺമെൻറ് റിക്വസ്റ്റ് അനുസരിച്ച് ഡിസംബറിലോ ജനുവരിയിലോ നടത്തുന്നതിന് സാവകാശം കൊടുക്കുമെന്ന് കരുതിയിരുന്നത് തെറ്റിപ്പോയി. കോടതി ആവർത്തിച്ച് പറഞ്ഞു, ഭരണഘടനാപരമായി ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനമെടുക്കേണ്ടത്. ശ്രീ കമാൽക്കുട്ടി പറയുന്നത് കേട്ടല്ലോ. കഴിഞ്ഞ തവണ സർക്കാർ 1 മാസം തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ പോലും ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള നിലയിൽ ശ്രീ പി കമാൽക്കുട്ടി അതിന് യോജിപ്പായിരുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്നു, മഹാഭാഗ്യത്തിന് കോടതി ആ 1 മാസം തെരഞ്ഞെടുപ്പ് നീട്ടാനുള്ള അല്ലെങ്കിൽ അതിന് സാവകാശം നൽകാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു എന്നാണ്. സമാനമായ വിധത്തിലാണ് ഇപ്പോഴും ഹൈക്കോടതി നിലപാടെടുത്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ സർവാധികാരിയായ കമ്മീഷൻ അന്തിമ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ് ഹൈക്കോടതിയുടേത്. ഹൈക്കോടതി ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഓഗസ്റ്റ് 20-ൻ്റെയും സെപ്റ്റംബർ 3-ൻ്റെയും വിധികളിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കേണ്ട തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ എടുക്കുക, അക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടില്ല എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ എല്ലാ കക്ഷികളെയും വിളിച്ചിരുത്തി തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ചൊരു സമവായമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ എന്തിനാണ് ഇടങ്കോലിടുന്നത്? ഞങ്ങളല്ലല്ലോ ഇടങ്കോലിടുന്നത്. അല്ലെ മിസ്റ്റർ നികേഷ്, ഇപ്പൊ പറഞ്ഞല്ലോ, കഴിഞ്ഞ നമ്മുടെ 1 മാസം നീട്ടിയതിന്റെ സാഹചര്യം പറഞ്ഞല്ലോ. സർവകക്ഷി യോഗം തീരുമാനിച്ചു പോവുകയാണ് ചെയ്ത്. ഇലക്ഷൻ കമ്മീഷൻ നീട്ടാൻ നിന്നില്ല, മിസ്റ്റർ കമാൽക്കുട്ടി നീട്ടാൻ നിന്നില്ല, നിശ്ചിത സമയത്ത് നടത്തണമെന്ന് പറഞ്ഞു. പക്ഷെ കോടതി പറഞ്ഞു ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടന്നല്ലേ നല്ലത് എന്ന് ചോദിച്ചു കോടതിയുടെ ഒപ്പീനിയൻ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇവിടെ കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഭരണഘടനാപരമായി 5 വർഷം പൂർത്തിയാക്കുന്ന ദിവസം തെരഞ്ഞെടുപ്പ് നടത്തണം, നവംബർ 1 ചാർജ് എടുക്കണമെന്ന്. എന്തിന് ഇലക്ഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് പറയുന്നത് കേട്ടിട്ട് മാറണം? ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ സ്റ്റെപ്പ് എടുക്കണം. ഞങ്ങൾ അതിനോട് യോജിക്കുന്നു. ഞങ്ങൾ ഒരൊറ്റ ചോദ്യം കൂടി. ശ്രീ ആനന്ദവട്ടമാനന്ദൻ, പുതിയ 28 മുനിസിപ്പാലിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ടല്ലോ.
കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുണ്ടല്ലോ, കൊല്ലം കോർപ്പറേഷൻ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ മൂന്നിടങ്ങളിലും തെരഞ്ഞെടുപ്പ് പുതിയ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തണമെങ്കിൽ ഒക്ടോബർ 31 അത് സാധ്യമാണോ? നവംബർ 1 പുതിയ ഭരണസമിതി ഉണ്ടാകുന്ന വിധത്തിൽ ഇതിൻ്റെ ഭരണസമിതികൾ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആകെ തന്നെ നടത്താൻ കഴിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എന്തിനാണ് ഇപ്പോൾ പഴയ ഡീലിമിറ്റേഷൻ അനുസരിച്ച് 2010 ഡീലിമിറ്റേഷൻ അനുസരിച്ച് തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുമല്ലോ. പുതിയ ഡീലിമിറ്റേഷൻ വൈകിട്ട് തെരഞ്ഞെടുപ്പിന് 3-ാം ദിവസം കൊണ്ടുവന്ന് ഡീലിമിറ്റേഷൻ കൊണ്ടുവന്നിട്ടില്ല ഈ പ്രശ്നം ഉണ്ടായത്. അത് ഗവൺമെന്റാണ് ഉത്തരം പറയേണ്ടത്. ഇപ്പം അവരുണ്ടാക്കിയ പുതിയ ഡീലിമിറ്റേഷൻ അനുസരിച്ച് 2020 തെരഞ്ഞെടുപ്പ് നടത്തണം. പഴയ ഡീലിമിറ്റേഷൻ അനുസരിച്ച് പോകാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന 28 നഗരസഭകളുടെ കാര്യത്തിലും കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യത്തിലും പിന്നെ എന്ത് ചെയ്യും? കോടതി 2 വിധികളാണ് നൽകിയിട്ടുള്ളത്. പുതിയതായി രൂപീകരിച്ച പഞ്ചായത്തുകളെല്ലാം ഭരണഘടനാ വിരുദ്ധമാക്കുന്നു. എന്നാൽ 28 നഗരസഭകൾക്കും കണ്ണൂർ കോർപ്പറേഷനും അംഗീകാരം നൽകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവയെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടേ പോകാൻ കഴിയൂ. അതാണ് ഓഗസ്റ്റ് 20 വിധി, സെപ്റ്റംബർ 3 വിധി. പക്ഷേ ശ്രീ അജയ് തറയിൽ ഇവിടെ വീണ്ടും പ്രശ്നം തുടരുകയാണ്. അതായത് ഹിയറിംഗ് ഉൾപ്പെടെ നടത്തി ഇവയുടെ അന്തിമ പട്ടിക ഒക്ടോബർ 15 പ്രസിദ്ധീകരിക്കാം എന്നുള്ളത് സർക്കാരിൻ്റെ അതിമോഹമാണ്. അത് സാധിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ വ്യക്തമാണ്. നടപടിക്രമങ്ങൾ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഓരോ പുനർവിഭജനത്തിലും അല്ലെങ്കിൽ പുതിയ വാർഡ് രൂപീകരണത്തിലും ഞാൻ എന്ന വോട്ടറുടെ അഭിപ്രായവും എനിക്ക് നൽകാനുള്ള പരാതിയും പൂർണ്ണമായും കേൾക്കാൻ ബാധ്യസ്ഥരാണ് നമ്മുടെ സംവിധാനങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നേരിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പുനർവിഭജനം സംബന്ധിച്ചും അല്ലെങ്കിൽ പ്രത്യേക വാർഡ് രൂപീകരണത്തെ സംബന്ധിച്ചും പറയാനുണ്ട്. അത് കേൾക്കാതെ ഈ പുനർവിഭജനം പൂർത്തീകരിച്ചാൽ, നേരത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും, അത് വെച്ച് എപ്പോഴും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഞാൻ ചിലപ്പോൾ കോടതിയിൽ പോയെന്ന് വരും. അപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിക്കപ്പെടും. നിങ്ങൾ ഈ കഴിഞ്ഞ 2 വർഷമുണ്ടല്ലോ വെറുതെ കളഞ്ഞു. അതുകൊണ്ടാണ് ഈ പറയുന്ന നടപടിക്രമങ്ങൾ ജമ്പ് ചെയ്ത് പോകേണ്ടി വരുന്നത്. അല്ലെന്ന് കേസ് കേരളത്തിൽ പഞ്ചായത്ത് രാജ് നഗരപാലിക ബിൽ നടപ്പാക്കിയത് UDF ഗവൺമെന്റാണ്, ശ്രീമാൻ AK ആന്റണി ഗവൺമെന്റാണ്. അതൊന്നും അല്ലല്ലോ വിഷയം. ഞാൻ അതുമല്ല ചോദിച്ചത്. ഒക്ടോബർ 2 ഒരു കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞത്. ഒക്ടോബർ 2 ഗാന്ധിയുടെ ജന്മദിനം. ആ ഒക്ടോബർ 2 എന്ന ദിവസത്തെ തുരങ്കം വെച്ച് 1 മാസം തള്ളി നീട്ടി തെരഞ്ഞെടുപ്പ് നടത്തിയവരാണ്. അതല്ല ശ്രീ അജയ് തറയിലിന്റെ ചോദ്യം. ഒക്ടോബർ 15 ഹിയറിംഗ് ഉൾപ്പെടെ നടത്തി അന്തിമ പട്ടിക തയ്യാറാക്കാൻ കഴിയും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ കരുതിയിരുന്നത്. അങ്ങനെയാണ് ഗവൺമെന്റ് നീക്കങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പലതും ജമ്പ് ചെയ്യേണ്ടി വരും, പല നടപടിക്രമങ്ങളും മാറ്റിവെക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ചിലർക്ക് പരാതി നൽകാം. ഈ നടപടിക്രമം ഇവിടെ പൂർത്തീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഈ പുനർവിഭജനം, ഈ വാർഡ് രൂപീകരണം ശരിയല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് പോകാം. അത് വീണ്ടും വലിയ നിയമ കുരുക്കിൽ പെടുത്തും ഈ തെരഞ്ഞെടുപ്പിനെ. ഇല്ലത് കേസ് ഷെഡ്യൂൾഡ് പ്രകാരമുള്ള തീയതി അനുസരിച്ച് നോക്കിയാൽ ഈ ഒക്ടോബറിൽ നവംബറിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും. എനിക്ക് സംശയമുണ്ട് ശ്രീ കമാൽക്കുട്ടി, അതിന് സാധിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്? എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് തന്നെയാണോ നമ്മൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പുതിയ വാർഡ് രൂപീകരണത്തിലേക്കും അതുപോലെ തന്നെ പുനർവിഭജനത്തിലേക്കും പോകാൻ പോകുന്നത്? അത് ഒരു കാര്യം പറയാം, 2010 ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം എടുത്തതിന് ശേഷമാണ് കോടതിയെ സമീപിച്ചത്, ഡിവിഷൻ ബെഞ്ചിന് അനുകൂലമായ വിധി സമ്പാദിച്ചത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല. 3/9 ജഡ്ജ്മെന്റിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് യെറ്റ് ടു ടേക്ക് എ ഡിസിഷൻ. അതാണ് വ്യത്യാസം. 2010 ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം എടുത്തിട്ട് കോടതിയെ സമീപിച്ചു. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം എടുത്തിട്ടില്ല, എന്നിട്ടും കോടതിയെ സമീപിച്ചു. അതൊന്ന്. രണ്ടാമത്തെ, ഞാൻ അബ്സർഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ പറയാം. പറയൂ സാർ, പറയൂ. എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങളൊരു സെനാറിയോ വിവാഹം ചെയ്യും. ഇപ്പോൾ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട 2 അസംബ്ലി മണ്ഡലങ്ങളാണ് തിരൂരും പൊന്നാനിയും. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട 2 അസംബ്ലി മണ്ഡലങ്ങളാണ് കണ്ണൂരും തളിപ്പറമ്പും. മനസ്സിലായല്ലോ? ഈ തിരൂരങ്ങാടിയിൽ 2001 സെൻസസ് പ്രകാരം ഉള്ള വിഭജനം നടത്തുക, അതേസമയം പൊന്നാനിയിൽ 2011 അനുസരിച്ചുള്ള വിഭജനം നടത്തുക, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ?
അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, സംഭവിക്കാൻ പാടില്ല. കാരണം കേരളത്തിലെ എല്ലാ നിയമസഭകളിലേക്കും എല്ലാ ലോക്സഭയിലേക്കും ഒന്നിച്ചാണ് വാർഡ് വിഭജനം നിയോജക മണ്ഡലം വിഭജനം നടത്തുന്നത്. ഇവിടെ നേരെ മറിച്ചാണ് ചെയ്യുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത അഫിഡവിറ്റിൽ എന്താ പറയുന്നത്? 28 നഗരസഭകൾ, പുതുതായി രൂപീകരിക്കപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ, പിന്നെ 30 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 4 ഗ്രാമപഞ്ചായത്തുകൾ, പിന്നെ 13 ജില്ലാ പഞ്ചായത്തുകൾ, ഇവയിലൊഴികെ ബാക്കി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 2010 വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിലും എന്ന് വെച്ചാൽ 2001 സെൻസസ് അനുസരിച്ചും ഇവയിലൊക്കെ 2011 സെൻസസ് അനുസരിച്ചും എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം എടുക്കുക. എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഈ 30 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാണ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അവിടെ ഇലക്ഷൻ നടത്തുന്നത് 2011 സെൻസസ് അനുസരിച്ചാണ്. അതേസമയം പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ 2 ഗ്രാമപഞ്ചായത്തുകളാണ് ഇലഞ്ഞിയും പാലക്കുടയും. അവിടെ ഒരു മാറ്റവും വരുന്നില്ല. അവിടെ ഇലക്ഷൻ നടത്തുന്നത് 2001 സെൻസസ് അനുസരിച്ചാണ്. അതായത് ഒരേ ബ്ലോക്ക് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ 2001 ജനസംഖ്യ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതേ ബ്ലോക്ക് പഞ്ചായത്തിലും മറ്റ് ഗ്രാമപഞ്ചായത്തുകളുടെയും മെമ്പർമാർ 2011 സെൻസസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ മെമ്പർമാർ MLA ആയാലും MP ആയാലും ശരി, പഞ്ചായത്ത് മെമ്പറായാലും ശരി, അവർ റെപ്രസെന്റ് ചെയ്യുന്നത് വോട്ടർമാരെയല്ല, ജനങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ജനസംഖ്യ റെപ്രസെന്റ് ചെയ്യുക, വേറെ സ്ഥലത്ത് വേറെ സെൻസസ് അനുസരിച്ചുള്ള റെപ്രസെന്റ് ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ അസംബ്ലിയിലും പാർലമെന്റിലും നടന്നാൽ എന്തായിരിക്കും സിറ്റുവേഷൻ? അത് ഇറ്റ് ഇസ് ദ മോസ്റ്റ് അബ്സർഡ് സിറ്റുവേഷൻ. അങ്ങനെയുള്ള മോസ്റ്റ് അബ്സർഡ് സിറ്റുവേഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മറുപടി ഉണ്ടെങ്കിൽ മാത്രം പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വിചിത്രമില്ല, വളരെ കൃത്യമാണ് ആ വാദം, വളരെ കൃത്യമാണ് അത്. 2010 തന്നെയാണ് നടക്കാൻ പോകുന്നത്. അത് സെൻസസുമായി ബന്ധപ്പെടുത്തിയല്ല. 2010 വാർഡ് വിഭജനം നടക്കുമ്പോൾ 2015 നടത്തിയ പുതിയ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും വാർഡ് വിഭജിക്കേണ്ടി വരും. അത് 2010 തരത്തിലാകാൻ പറ്റത്തില്ലല്ലോ. ശ്രീ പി കമാൽക്കുട്ടി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ, 140 നിയമസഭാ മണ്ഡലങ്ങൾ, നമ്മളൊരു തെരഞ്ഞെടുപ്പിന് പോവുകയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉദാഹരണമായി എടുക്കാം. അവിടെ ശ്രീ കമാൽക്കുട്ടി സൂചിപ്പിക്കാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ 2 നിയമസഭാ മണ്ഡലങ്ങൾ എടുക്കുക. ആ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന് മാത്രം പുനർവിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റൊന്ന് പഴയതിൻ്റെ അടിസ്ഥാനത്തിലും ആകുമ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം 2001 നമ്മൾ ജനസംഖ്യയാണ്. അതായത് ശ്രീ അജയ് തറയിൽ എന്ന ഒരു സ്ഥാനാർത്ഥി ഒരു ജനസംഖ്യയാണ് അഭിമുഖീകരിക്കുന്നത്. ആ ജനസംഖ്യയെ അഭിമുഖീകരിക്കാനുള്ള അവസരം അജയ് തറയിലിന് ലഭിക്കുകയും അങ്ങനെ ലഭിക്കാതിരിക്കുകയും അനന്തരവട്ടം ആനന്ദന് അങ്ങനെ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അബ്സേർഡിറ്റിയാണ് ഇവിടെ കമാൽക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. അത് തെറ്റ് തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് ആകെ തന്നെയും ഒരു പുതിയ ചിത്രത്തിൽ, പുതിയ സ്ലേറ്റിൽ ഉണ്ടാവുക എന്ന ലക്ഷ്യം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഉത്തരവാദിത്വം ഇത് നിർവഹിക്കേണ്ട സർക്കാരിൻ്റെതാണ്. അത് നിർവഹിച്ചിട്ടില്ല നിങ്ങൾ 2 വർഷമായി. ഇത് 2010 പഞ്ചായത്തുകൾ വിഭജിച്ചു, പുതിയ മുനിസിപ്പാലിറ്റികൾ വന്നു. അന്ന് കേരളത്തിൽ വ്യാപകമായി പുതിയ വാർഡുകൾ ഉണ്ടാക്കി. അത് സത്യമാണ്. ഇപ്പോൾ 2010 അതേ വാർഡുകളെ വെച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നത്. സർ, ഇത് 2010 എന്ന് പറഞ്ഞിട്ട് അതിനെ കൺഫ്യൂസ് ചെയ്യല്ലേ? ശ്രീ കമാൽക്കുട്ടി കൃത്യമായി വിശദീകരിച്ചത് 2001 സെൻസസ് പ്രകാരം രൂപീകരിക്കപ്പെട്ടതാണ്. 2010 രൂപീകരിച്ചത് അത് 2005 രൂപീകരിച്ചു, 2010 രൂപീകരിച്ചു. 2001 സെൻസസ് പ്രകാരം ഇത് ഇപ്പോൾ ഈ പറയുന്ന 28 നഗരസഭകൾ, കണ്ണൂർ കോർപ്പറേഷൻ, 30 ബ്ലോക്ക് പഞ്ചായത്ത്, 4 ഗ്രാമപഞ്ചായത്ത്, 3 ജില്ലാ പഞ്ചായത്തുകൾ മാത്രം 2011 സെൻസസ് പ്രകാരം പോകുന്നു. അത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. സെൻസസ് പ്രകാരം അല്ലല്ലോ പോകുന്നത്. അല്ല, 2010 വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത്. 28 പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളായി. ആ 28 പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി ആകുമ്പോൾ മുനിസിപ്പൽ നിയമപ്രകാരമുള്ള വാർഡ് മാറ്റണം. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ 28 ഫസ്റ്റ് എയ്ഡ് പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും ജില്ലാ പഞ്ചായത്തുകളിൽ നിന്നും വിട്ടുപോരുമ്പോഴുള്ള ഗ്യാപ്പ്, ആ ഗ്യാപ്പ് വെച്ച്
ഇത് ഉൾക്കൊള്ളുന്നതായ പശ്ചാത്തലം മാത്രമേ ക്രമീകരിക്കുന്നുള്ളൂ. നിൽക്കൂ അത് നിൽക്കൂ നിൽക്കൂ തെറ്റായ നിൽക്കൂ കാര്യമല്ല. ശ്രീ ആനത്തലവട്ട ആനന്ദൻ, ആശയക്കുഴപ്പം 2 അതാണ് ശ്രീ കമാൽകുട്ടി വിശദീകരിച്ചത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കാതെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നത്. സ്വാഭാവികമായ നിയമപ്രക്രിയ ഉണ്ടാവും. അത് തെരഞ്ഞെടുപ്പിനെ ആകെ തന്നെ ഒരുപക്ഷെ സ്റ്റോൾ ചെയ്തേക്കാം എന്നുള്ളത്. രണ്ടാമത്തേത്, ഇപ്പോൾ ശ്രീ കമാൽകുട്ടി സൂചിപ്പിച്ചതുപോലെ 2001 സെൻസസ് പ്രകാരമുള്ള വാർഡ് രൂപീകരണവും 2011 സെൻസസ് പ്രകാരമുള്ള വാർഡ് രൂപീകരണവും 2 രീതിയിൽ പോകുമ്പോൾ അതിനെ അദ്ദേഹം അബ്സേർഡ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പരാതി എന്തായിരിക്കും? CPM കോടതിയിൽ എന്ത് പരാതിയും ഉന്നയിച്ചാണ് പോവുക? അല്ല, മിസ്റ്റർ കമാൽകുട്ടി പറഞ്ഞതിനകത്തൊരു വസ്തുതയുണ്ട്. 28 മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 2011 സെൻസസിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതും ബാക്കിയുള്ളിടത്തെല്ലാം 2001 സെൻസസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിവൈഡ് ചെയ്ത പഞ്ചായത്തുകളാണ്. അങ്ങനെ 2 തരത്തിൽ 2011 ഡിവൈഡ് സെൻസസ് അനുസരിച്ചുള്ള ഡിവിഷനിലെ ചില ജനപ്രതിനിധികൾ, 2001 സെൻസസ് അനുസരിച്ച് ഡിവൈഡ് ചെയ്ത കുറേ ജനപ്രതിനിധികൾ. ഇതൊരു വിവേചനമാണെന്നുള്ളത് മിസ്റ്റർ കമാൽകുട്ടി പറഞ്ഞത് ശരിയാണ്. അത് വസ്തുത, അതിന് എതിരായിട്ടാണ് ശ്രീ അജയ് തറയിൽ എന്തൊക്കെയോ പറയുന്നത് കേട്ട്. അത് ശരിയേ അല്ല. ആർക്ക് കേട്ടാലും മനസ്സിലാവില്ലേ ഈ വിവേചനമുണ്ടെന്നുള്ള കാര്യം. ഞങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് 2001 സെൻസസ് അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ 2001 സെൻസസ് അനുസരിച്ച് 2010 ഡിവിഷൻ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണം. അതിന് ആനന്ദൻ, അപ്പൊ ഈ 28 നഗരസഭകളെ എന്ത് ചെയ്യും? ആ കോർപ്പറേഷനെ എന്ത് ചെയ്യും? 27 നഗരസഭകൾ പഴയ ഡിവിഷൻ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണം. ഇല്ല, 28 നഗരസഭകളെ കോടതി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹൈക്കോടതി പറഞ്ഞല്ലോ. എന്ത് പറഞ്ഞു? ഹൈക്കോടതി പറഞ്ഞല്ലോ. എന്ത് പറഞ്ഞു? അല്ല, ഹൈക്കോടതി പറഞ്ഞല്ലോ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണ് സർക്കാർ അംഗീകരിച്ച, സർക്കാർ വിജ്ഞാപനം നൽകിയ, ഹൈക്കോടതി അംഗീകരിച്ച നഗരസഭകളെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുക? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദൗത്യമേ അല്ല. വാർഡ് വിഭജനം നടത്തേണ്ടത്, പുതിയ നഗരസഭകൾ രൂപീകരിക്കേണ്ടത് സർക്കാരാണ്. 2 ഭരണഘടനാ സ്ഥാപനമുണ്ട്. സർക്കാർ എന്ന ഭരണഘടനാ സ്ഥാപനം തീരുമാനിച്ചിരിക്കുന്നത് വാർഡ് വിഭജനം പൂർത്തീകരിച്ചിരിക്കുന്നു, അല്ല, ഈ പുതിയ നഗരസഭകളെ രൂപീകരിച്ചിരിക്കുന്നു, പുതിയ കോർപ്പറേഷനെ രൂപീകരിച്ചിരിക്കുന്നു. അതിന്മേൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്തം മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിനുള്ളൂ. ഇവിടെ ഈ 2011 സെൻസസോ 2001 സെൻസസോ ഒന്നും ബാധകമല്ല. പറയട്ടെ. അല്ല, ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ സമയത്ത് ഡീലിമിറ്റേഷൻ നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടും സൗകര്യം കൊടുക്കാതെ അത് ചെയ്യാതിരുന്നതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റിനുള്ളതാണ്. ഒരു മുനിസിപ്പാലിറ്റി നിലവിൽ വരുന്നത് തെരഞ്ഞെടുപ്പ് നടത്തി ഭരണസമിതി അധികാരത്തിലേക്കുമ്പോഴാണ്. ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിക്കൊണ്ട് മുനിസിപ്പാലിറ്റി അധികാരത്തിൽ നിലവിൽ വരുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ പറയണം ഗവൺമെന്റ് ഒരു റീ നോട്ടിഫിക്കേഷൻ ഇറക്കണം. എന്നിട്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ താങ്കളുടെ വാദം അതുകൊണ്ട് എന്തോ ഒരു നേട്ടം എനിക്ക് തോന്നുന്നു CPM ഉണ്ടാകാൻ പോകുന്നുവെന്നാണ്. കഴിഞ്ഞ തവണ 60% തൂത്തിയടിച്ചു പോയ ഇതേ വാർഡുകളുടെ അടിസ്ഥാനത്തിലല്ലേ ശ്രീ ആനത്തലവട്ട ആനന്ദൻ? നിങ്ങൾ എന്തിനാണ് പിന്നെ അതേ വാർഡ് തന്നെ വേണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ കമാൽകുട്ടി, അബ്സേർഡ് ആയ ഒരു തെരഞ്ഞെടുപ്പ് രംഗമായിരിക്കാം, പക്ഷെ നമുക്ക് വേറെ നിർവാഹമില്ല. ഈ വിധത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുക മാത്രമേ കഴിയൂ എന്നുള്ളത് താങ്കൾക്ക് കൂടി ബോധ്യപ്പെടുന്നതാണല്ലോ. വേറൊരു കാര്യം നമ്മളിപ്പം പറഞ്ഞു ഒരിക്കലും നോട്ടിഫിക്കേഷൻ ഇറക്കി 28 മുനിസിപ്പാലിറ്റികൾ അടക്കമുള്ളവരിൽ നോട്ടിഫിക്കേഷൻ ഇറക്കി. ആ നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഇറക്കിയതാണ്. പക്ഷേ ഈ ലോക്കൽ ബോഡീസ് നിലവിൽ വരിക പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്ന സമയത്ത് മാത്രമേ അത് നിലവിൽ വരുള്ളൂ. ഇനി അടുത്ത ചോദ്യം, ഒരിക്കൽ ഇറക്കിയ നോട്ടിഫിക്കേഷൻ പിന്നെ പിൻവലിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയത് ഇതേ ഗവൺമെന്റ് അല്ലേ? ആ നോട്ടിഫിക്കേഷൻ പിൻവലിച്ചിട്ടല്ലേ ഇപ്പോൾ 30 ബ്ലോക്ക് പഞ്ചായത്തുകൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? അതായത് ഒരിക്കൽ ഇറക്കിയ നോട്ടിഫിക്കേഷൻ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഗവൺമെന്റ് തന്നെ തെളിയിച്ചു കഴിഞ്ഞു. 152 ബ്ലോക്ക് പഞ്ചായത്ത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആദ്യം ഉദാഹരണത്തിന് കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നു, കോടതി അത് അംഗീകരിച്ചിരിക്കുന്നു.
കണ്ണൂർ എന്ന കോർപ്പറേഷൻ രൂപീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇനി ആ നോട്ടിഫിക്കേഷൻ പിൻവലിച്ചാൽ സ്വാഭാവികമായും അതിനോട് പോരാടേണ്ടി വരും, നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ അത് വീണ്ടും നിയമക്കുരുക്കിലാകുമെന്ന് കണ്ടിട്ടാണ് ഗവൺമെൻറ് അത്തരത്തിലൊരു സമീപനമെടുത്തത്. നമുക്ക് അവിടെ ദയവായി, അത് നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ് തൽക്കാലം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും അക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായ പ്രകടനങ്ങളാണെങ്കിലും പുതിയ അറിവുകൾ നമുക്ക് ഈ ചർച്ചയിലൂടെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ വേണ്ടി വരുമോ? ശ്രീ കമാൽക്കുട്ടി, താങ്കളിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. അതായത് ഒക്ടോബർ 1-ാം തീയതി പുതിയ ഭരണസമിതി അല്ല നവംബർ 1-ാം തീയതി പുതിയ ഭരണസമിതി രൂപീകരിക്കണം എന്നുള്ളതാണല്ലോ ഭരണഘടനാപരമായ വ്യവസ്ഥ. അത് സാധിക്കുന്നില്ല, ഡിസംബർ 1-ലേക്ക് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഒക്ടോബർ 1 മുതൽ ഡിസംബർ 1 വരെ പുതിയ അഡ്മിനിസ്ട്രേറ്റർമാർ വേണ്ടി വരുമോ? മറ്റ് പഞ്ചായത്തുകൾക്കോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾക്കോ അവിടെ ഭരിക്കാൻ അവകാശമില്ലല്ലോ. പിന്നെ എന്ത് തരത്തിലുള്ള സംവിധാനമാണ് ഒരുങ്ങാൻ പോകുന്നത്? ഈ അഡ്മിനിസ്ട്രേറ്റർ സമ്പ്രദായം എന്ന് പറഞ്ഞത് വല്ല കാരണവശാലും ഒരു ലോക്കൽ ബോഡി അതിൻ്റെ സമയത്തിനുള്ളിൽ അത് ഇലക്ഷൻ നടത്താൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ആ ലോക്കൽ ബോഡി പിരിച്ചുവിടുകയോ ചെയ്താലേ 6 മാസത്തിനുള്ളിൽ പുതുതായിട്ട് ഇലക്ഷൻ നടത്തണം. ആ ഇലക്ഷൻ നടത്തുന്നത് വരെ ഉള്ള ഒരു താൽക്കാലിക സംവിധാനമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി. ഇത് ആദ്യം ഉണ്ടായിരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയല്ല, രാഷ്ട്രീയക്കാർ അടങ്ങുന്ന ഒരു സമിതിയാണ്. പിന്നെയാണ് ഗവൺമെൻറ് തന്നെ അത് അമെൻഡ് ചെയ്തിട്ട് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാക്കിയത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്ന് പറയുന്നത് ചില കാരണങ്ങൾ, ഉദാഹരണം വെള്ളപ്പൊക്കം, ഭൂകമ്പം, അതുപോലെ റയറ്റ്, ഇങ്ങനെയുള്ള മനുഷ്യന് അതീതമായ കാരണങ്ങളാൽ ചില സമയം ഇലക്ഷൻ നീട്ടിവെക്കേണ്ടി വരും. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഉണ്ടാക്കുന്നത്. ഈ ജഡ്ജ്മെന്റിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എന്നുള്ളത് കാലാവധി കഴിഞ്ഞ മുനിസിപ്പാലിറ്റിക്ക് പകരം പുതിയ മുനിസിപ്പാലിറ്റി വരുന്നതിന് ഒരു പകരമായിട്ട് വെക്കുന്ന സംവിധാനമല്ല അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ ജഡ്ജ്മെന്റ് കേരള ഹൈക്കോടതിയുടെ 2 ജഡ്ജ്മെന്റും കിഷൻ സിംഗ് തോമറിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്. അതൊന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയാൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാവും. അത് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെ നിയോഗിച്ച് വോട്ടർ പട്ടികയിൽ ഇടപെടാനാണ് നീക്കം എന്നാണ് CPM ആരോപിക്കുന്നത്. ഇല്ലാത്ത ഒരു ഭൂതത്തെയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത് അവിടെ. ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിക്ക് വോട്ടർ പട്ടികയൊക്കെ ഇടപെടാൻ കഴിയുമോ? അങ്ങനെ വോട്ടർ പട്ടികയിൽ ഇടപെട്ട് LDF വോട്ടർമാരെയൊക്കെ നീക്കം ചെയ്ത് അവിടെയൊക്കെ കള്ളവോട്ട് ചേർക്കുമെന്നാണോ പറയുന്നത്? അല്ല, ഇതൊക്കെ കഴിയുമോ ഇല്ലയെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഈ UDF ഗവൺമെൻറ് ഇതിൻ്റെ അപ്പുറവും ചെയ്യും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവകാശമില്ല എന്ന് ഈ അഡ്മിനിസ്ട്രേറ്റർമാരുടെ നിയമനത്തിലുണ്ടോ? നിങ്ങൾക്ക് ദൈനംദിന ഭരണം നടത്താനേ ഉള്ളൂ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവകാശമില്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന് നടത്തുന്ന മറ്റു കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് ഇടപെടാൻ അവകാശമില്ല. പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിൻ്റെയും ദൈനംദിന ഭരണങ്ങൾ മാത്രമേ നടത്താവൂ എന്ന ഉത്തരവിൽ വ്യവസ്ഥയുണ്ടോ? ഇല്ലാത്തിടത്തോളം കാലം അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റി ചെയ്തിരിക്കുന്ന എല്ലാ പണികളും അഡ്മിനിസ്ട്രേറ്റർ ചെയ്യും. ദയവായി തുടരുക. എനിക്ക് അജയ് തറയിൽ കൂടി അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനുണ്ട് എന്ന് ഉറപ്പാണ്. UDF അഡ്മിനിസ്ട്രേറ്റർമാരെ എല്ലാ സ്ഥലത്തും നിയോഗിക്കുന്നു. ഈ അഡ്മിനിസ്ട്രേറ്റർമാരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ തയ്യാറാണ്. ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. ശ്രീ അജയ് തറയിൽ, ഇലക്ഷൻ അട്ടിമറിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയോഗിക്കുകയാണ്, അതിനു വേണ്ടിയാണ് 1 മാസം നീട്ടുന്നത്. മികച്ച ഇതിനകത്ത് യാതൊരുവിധ വിവേചനവുമില്ല. ഈ ഇലക്ഷൻ കമ്മീഷൻ 2015 ജനുവരി 1-ാം തീയതി വോട്ടർ ലിസ്റ്റിലെ പ്രായപൂർത്തിയായ ആളുകളുടെ പേര് വോട്ടർ ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വോട്ടർ ലിസ്റ്റ് കീറി മുറിച്ചാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. അവിടെ ഈ കണ്ണൂരും സാധാരണ പഴയ പഞ്ചായത്ത് തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അവിടെ ബഹുമാനപ്പെട്ട മുൻ ഇലക്ഷൻ കമ്മീഷന്റെ വാദഗതി എനിക്ക് വളരെ വിചിത്രമായി തോന്നിയിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും, എല്ലാ മുനിസിപ്പാലിറ്റിയിലും, എല്ലാ കോർപ്പറേഷനിലും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വോട്ടർ ലിസ്റ്റ് കീറി മുറിച്ചുകൊണ്ടാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. അവിടെ എന്ത് വിവേചനമാണുള്ളത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം എന്ന് പറയുന്നതൊന്നും ഈ രാജ്യത്ത് ആദ്യമായി നടന്ന സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നല്ലതല്ലേ? ഞാൻ പറയുന്നത്, രാഷ്ട്രീയ ഭരണം നടക്കുന്നതിനപ്പുറത്തേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ അത് നല്ലതാണെങ്കിൽ, എങ്ങനെയാണെങ്കിൽ 2016 മാർച്ചിൽ ഉമ്മൻചാണ്ടി രാജിവെച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഏൽപ്പിച്ചുകൂടെ ശ്രീ അജയ് തറയിൽ?
അതെന്തിനാ കാലാവധി കഴിഞ്ഞാൽ വെച്ചാലല്ലേ ആവശ്യമുള്ളൂ? അല്ല, അതാണ് നല്ലതെങ്കിൽ. അല്ല, നിങ്ങൾ പറയുന്നത് കാലാവധി കഴിഞ്ഞുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഞാൻ. അല്ല, അതാണ് നല്ലത് എന്നാണ് താങ്കളുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഉചിതമാവുക ശരിയാണ്. ഈ പറയുന്ന ജനാധിപത്യം പക്വമല്ലാത്ത രാജ്യങ്ങളിലെല്ലാം ചെയ്യുന്നതാണ്. ഒരു ഭരണ സംവിധാനം ഒഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു സർവകക്ഷി സംവിധാനം വരികയും ആ സർവകക്ഷി സംവിധാനമാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുക. ബംഗ്ലാദേശിലൊക്കെ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ ചെയ്യാം കേരളത്തിലും വേണമെങ്കിൽ, അതാണ് നല്ലതെങ്കിൽ. അല്ല നികേഷ്, നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ വിഷയത്തിൽ നവംബർ 1-ാം തീയതിക്ക് ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വേണ്ടി വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഭരണം വന്നുകൊണ്ട് ആകാശമൊന്നും ഇടിച്ചു വീഴാൻ പോകുന്നില്ലല്ലോ. അതാണ് ശ്രീ തലവട്ട ആനന്ദൻ, ആകാശം ഒന്നും ഇടിഞ്ഞു വീഴുന്നില്ല. എനിക്ക് തോന്നുന്നത് ശ്രീ അജയ് തറയിൽ ആനന്ദലവട്ട ആനന്ദിന് അല്ലെങ്കിൽ CPM എല്ലാം ഇത് ഞങ്ങളുടെ തലയിൽ വീഴുമോ എന്നുള്ളൊരു ഭയമുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ അടുത്തായിട്ട്. അല്ല നികേഷ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ പറഞ്ഞു ഈ 2010 ഡിവിഷൻ അനുസരിച്ചല്ലേ തെരഞ്ഞെടുപ്പെടുന്ന. അന്ന് നമ്മൾ 60% തോറ്റില്ലേ, അവർ 60% കൂടുതൽ ജയിച്ചില്ലേ? പിന്നെ എന്തിനാണ്? ഞങ്ങൾക്ക് ഉത്കണ്ഠയില്ല അത് വെച്ച് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്. ഇവർ ജയിച്ച UDF എന്തിനാണ് കിടന്ന് കാലിട്ടടിക്കുന്നത്, ഉത്കണ്ഠപ്പെടുന്നത്? അഡ്മിനിസ്ട്രേറ്റർ വെച്ചാൽ യഥാസമയം തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല, നീട്ടി കൊണ്ടുപോകാം. അഡ്മിനിസ്ട്രേറ്റർ വെച്ചാൽ ലീഗിനാണ് പുതിയ നഗരസഭകൾ വേണ്ടത്, കോർപ്പറേഷൻ വേണ്ടത്, പുതിയ പഞ്ചായത്തുകൾ വേണ്ടിയിരുന്നത്. അതിനകത്ത് കോൺഗ്രസിനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. അജയ് തറയിലിൻ്റെ തീരെയില്ല. ചേർത്തലോട്ടാണത് താങ്കളോട് തന്നെയാണ്, താങ്കളാണത് പൂർത്തീകരിക്കേണ്ടത്. എല്ലാം ഞങ്ങളുടെ തലയിൽ വീഴും എന്നൊരു ഭയം, പേടിച്ചുള്ള ജീവിതം നിനക്ക് വേണോ മോനെ ഭാനു എന്ന് ചോദിച്ചില്ലേ? അതുപോലെ ഞങ്ങൾക്കില്ല, അത് ഞങ്ങൾക്കില്ല, അത് ഉള്ളത് അവർക്കാണ്. ഞങ്ങൾ ഭയക്കണമെങ്കിൽ ഈ 2010 ഡിവിഷൻ അനുസരിച്ച് ഞങ്ങൾ തോറ്റുപോയല്ലോ. ആ ഡിവിഷൻ മാറ്റുന്നതിന് ഞങ്ങൾ അനുകൂലിക്കണ്ടേ? ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് അത് മാറ്റണ്ട, അതിൽ വെച്ച് തന്നെ നിങ്ങൾ നടത്തിക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവർ കിടന്ന് ഉരുളുന്നതിന്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയില്ല. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം കൊണ്ടുവന്നില്ല. സൊസൈറ്റികളിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ വെച്ച് കള്ള വോട്ടും ചേർത്ത് അതിൻ്റെ നിയമാനുസൃതമായ 6 മാസം വരെ വെക്കാവുന്നതാണ്. 1 വർഷം വരെ നീട്ടിക്കൊടുക്കാം. 5 വർഷമായിട്ടും അഡ്മിനിസ്ട്രേറ്റർ ഭരണം തുടരുകയാണ് തെരഞ്ഞെടുപ്പ് നടത്താതെ ചില അപ്പെക്സ് ബോഡികളിൽ. അതേപോലെ ഈ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നീട്ടിക്കൊണ്ടുപോകാൻ അഡ്മിനിസ്ട്രേറ്റർമാരെ വെച്ചിട്ട് ഭരണപ്രതിസന്ധി ഒന്നുമില്ല, ഉദ്യോഗസ്ഥന്മാർ ഭരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാനാണ്. എക്കാലവും അവരാണ് ഈ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോയത്, ഭരണഘടന ലംഘിച്ചുള്ളത് നമുക്കറിയാമല്ലോ. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് 5 വർഷം കാലാവധി കഴിഞ്ഞപ്പോൾ 7 വർഷം വരെ ഭരിക്കാൻ സൗകര്യമുണ്ടാക്കിയ സംസ്ഥാന രാജ്യമാണ് ഇന്ത്യ രാജ്യം. ആ പാർട്ടിയാണ് ഇപ്പോൾ ഈ അവസാനിപ്പിക്കണം. എനിക്ക് നവംബർ 24-നോ അല്ലെങ്കിൽ 26-നോ തെരഞ്ഞെടുപ്പ് നടത്താം എന്ന നിലയിൽ കോടതിയിലേക്ക് അന്തിമവാദവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സർവകക്ഷി യോഗത്തിലെ തീരുമാനവുമായി പോകുമ്പോൾ കോടതി അതിനെ എതിർക്കാനിടയില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ സർവാധികാരി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാണ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. അശോക് ഭൂഷൺ അക്കാര്യത്തിൽ ഇടപെടാനേ തയ്യാറല്ല. കാരണം ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നത് എന്തും അംഗീകരിക്കാം എന്ന ജനാധിപത്യപരമായ നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ അബ്സേർഡ് എന്ന് തോന്നാമായിരിക്കും, നീതിയുക്തമല്ല എന്ന് തോന്നാമായിരിക്കും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ വിധത്തിൽ നവംബറിൽ, അതായത് 1 മാസം വൈകിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതല്ലേ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ വഴിയുള്ളൂ. ഇതിൽ മിസ്റ്റർ നികേഷ്, ഹൈക്കോടതി എന്ത് പറയുന്നൊന്നും എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹൈക്കോടതി പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സംശയത്തിന് അടിസ്ഥാനമില്ലാത്ത വിധത്തിൽ ആഗസ്റ്റ് 20-നും സെപ്റ്റംബർ 3-നുമുള്ള
ഇൻട്രീം ജഡ്ജ്മെന്റിൽ ഹൈക്കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഹൈക്കോടതി ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കൊട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അപ് ടു ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ടു ടേക്ക് എ ഡിസിഷൻ. അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഗവൺമെന്റിന്റെ പാവയല്ല. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ടെന്ന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നോക്കി ഹൈക്കോടതി ഒരു പരിഹാസ ചിരി ജനിച്ചത് ഞാനിപ്പം കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ജഡ്ജ്മെന്റിന്റെ മാത്രമല്ല അതിന്റെ വരികൾക്കിടയിൽ കൂടി ബാധിച്ചിട്ട് പറയുന്ന കാര്യമാണത്, വായിച്ചിട്ട് പറയുന്ന കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയല്ലേ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്? You just read it. ഞാൻ വായിക്കാതെ. Apart from that, the State Election Commission has to take responsibility for its decision regarding conduct of elections. That means it is not the government that to take decision. It is up to the Election Commission to take decision. അതൊരു ആദരവ്, ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് നൽകേണ്ട ആദരവ് ഹൈക്കോടതി നൽകിയിരിക്കുന്നു. വേണമെങ്കിൽ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ് എന്നുള്ള നിലയിൽ ഹൈക്കോടതിക്ക് പെരുമാറാമായിരുന്നു. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് കാണുകയും ആ ഭരണഘടനാ സ്ഥാപനത്തിന് അതിന്റെ അവകാശം വകവെച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഏത് ഭരണഘടനാ സ്ഥാപനവും ഭരണഘടന ലംഘിച്ച് മുന്നോട്ട് പോകാൻ ഒരു ഭരണഘടനാ ഹൈക്കോടതി അടക്കമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിനും സാധ്യമല്ല. കാരണം കിഷൻ സിംഗ് തോമാർ കേസിലെ സുപ്രീം കോടതിയിലെ 5 അംഗ ബെഞ്ചിന്റെ ജഡ്ജ്മെന്റ് ഇറ്റ് ഈസ് ദ ലോ ഓഫ് ദ ലാൻഡ്. ഈ ഇന്ത്യയിലെ ഒരു ഹൈക്കോടതിക്കും ഒരു സംസ്ഥാന ഗവൺമെന്റിനും ഒരു ഇലക്ഷൻ കമ്മീഷനും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇന്ന് നിലനിൽക്കുന്ന നിയമത്തിനനുസരിച്ച് പോകാൻ സാധ്യമല്ല. അത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം കിഷൻ സിംഗ് തോമാർ കേസ് എത്ര തവണ നിങ്ങൾ ഈ ജഡ്ജ്മെന്റ് വായിച്ചു നോക്ക്. ഈ ജഡ്ജ്മെന്റ് പലതവണ ഉണ്ടെങ്കിൽ പോലും ശ്രീ കമാൽക്കുട്ടി, ഉത്തർപ്രദേശിലൊക്കെ 5 മാസം വൈകിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ഇതിനേക്കാൾ കൂടുതൽ വൈകുന്നു. നടപടിക്രമങ്ങൾ സ്വാഭാവികമാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 1 മാസം നീട്ടിയതുപോലെ, താങ്കൾ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കുമ്പോൾ 1 മാസം നീട്ടിയതുപോലെ ഇത്തവണയും അതിനനുവദിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ സംവിധാനങ്ങളെല്ലാം യോജിച്ചു പോകുന്നതിനും സമാധാനപരമായി മുന്നോട്ട് പോകുന്നതിനും നല്ലതെന്ന് തോന്നി. അല്ല, എനിക്ക് തോന്നുന്നു മിസ്റ്റർ നികേഷ്, അങ്ങയോട് എനിക്ക് വിനീതമായ അഭിപ്രായമുള്ളത് ഈ കിഷൻ സിംഗ് തോമാർ കേസിലെ ജഡ്ജ്മെന്റ് ദയവ് ചെയ്ത് സമയമുള്ളപ്പോൾ അതിൽ കൂടി ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ദെൻ നിങ്ങൾ എല്ലാ തെറ്റിദ്ധാരണയും മാറും. അത് വായിച്ചു നോക്കിയാൽ എല്ലാ തെറ്റിദ്ധാരണയും മാറും. കേരളത്തിൽ താങ്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കുന്ന ഘട്ടത്തിലും 1 മാസം വൈകിയിട്ടുണ്ട്. ഇപ്പോഴും 1 മാസം വൈകുന്നു. അതിന്റെ കാരണം കോടതി വിധി തന്നെയാണ്. കാരണം മുനിസിപ്പാലിറ്റികളെ അംഗീകരിക്കുകയും പഞ്ചായത്തുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ നടപടിക്രമങ്ങൾ വൈകാനിടയുണ്ട്. നമുക്ക് വാദിക്കാം, സ്വാഭാവികമായും സർക്കാർ നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കണമായിരുന്നു. പൂർത്തീകരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ വൈകൽ സ്വാഭാവികമാണ്. അതോടെ ഞാൻ ഉത്തർപ്രദേശ് ചൂണ്ടിക്കാണിച്ചത്. ഉത്തർപ്രദേശിൽ 6 മാസം തെരഞ്ഞെടുപ്പ് വൈകിയിട്ടുണ്ട്. അവിടെ സുപ്രീം കോടതി വിധി ബാധകമാണ്. അതുപോലെ തന്നെ ഇവിടെയും ബാധകമാണ്. പക്ഷേ ചില നീക്കുപോക്കുകൾ വളരെ വ്യക്തമായി വായിച്ചു, പലതവണ ആവർത്തിച്ച് വായിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. അജയ് തറയിൽ എന്തോ പറയുന്നുണ്ടായിരുന്നു. എല്ലാ ജഡ്ജ്മെന്റ് ആവർത്തിച്ച് വായിച്ചിട്ടാണ് ഞാൻ 2010 ഈ ജഡ്ജ്മെന്റ് ഒന്നും വായിച്ചില്ലേ? ഈ ഭരണത്തെ കുറിച്ചൊന്നും അദ്ദേഹം പഠിച്ചില്ലേ? 2010 ഇത് പഠിക്കാതെയാണോ 2010 ജഡ്ജ്മെന്റിലെ അന്നത്തെ ഡിവിഷൻ ബെഞ്ച്, അന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നില്ല ഡിവിഷൻ ബെഞ്ചിലുണ്ടായിരുന്നത്. അന്നത്തെ ഡിവിഷൻ ബെഞ്ചിലെ സീനിയർ ജഡ്ജ് ഞാൻ കൊടുത്ത അഫിഡവിറ്റ് മുഴുവൻ വായിച്ചൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ആ ജഡ്ജ്മെന്റ് കൂടി നോക്കാം. ആ അഫിഡവിറ്റ് എന്റെ കയ്യിലുണ്ട്. അഫിഡവിറ്റ് ഞാൻ ഗവൺമെന്റ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഗവൺമെന്റ് കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ആവശ്യപ്പെട്ടത് 1 മാസം നീട്ടി വെക്കണമെന്ന് 1 മാസം നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടില്ല. കാരണം പല കാരണങ്ങളുകൊണ്ടാണ് 1 മാസം നീട്ടിവെക്കണം ആവശ്യപ്പെട്ടത്. അല്ല, ഇപ്പോഴും പല കാരണങ്ങളുണ്ട് ശ്രീ കമാൽക്കുട്ടി. പല കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് 2010 1 മാസം നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടത്. അന്ന് ആവശ്യപ്പെട്ടത് ശരിയാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ ആവശ്യപ്പെടാൻ പാടില്ലായിരുന്നു. പോകുമ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഇത് ശരിയല്ലെന്ന്. പക്ഷെ എന്റെ മഹാഭാഗ്യത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചെയർമാനായ ഈ ഡിവിഷൻ ബെഞ്ച് ഇത് അനുവദിക്കാൻ പോകുന്നില്ല. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. പറയൂ സർ, എന്താണ് അവസാനം പറഞ്ഞത്? കേട്ടില്ല. ഏത് അനുവദിക്കാൻ പോകുന്നില്ല എന്ന് ആര് പറഞ്ഞതാണ്?
അതായത് കേരള ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് 5 കൊല്ലത്തെ സമയത്തിന് നീട്ടിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാരത്തിൽ വരുന്ന വിധത്തിൽ ഇലക്ഷൻ നടത്താൻ അനുവദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഈ ജഡ്ജ്മെന്റിന്റെ എല്ലാം ഞാൻ മനസ്സിലാക്കിയ കാര്യം. അതാണ് ഒരു ജഡ്ജ്മെന്റ് വായിച്ചാൽ ഓരോരുത്തർക്കും അവരവരുടേതായ നിരീക്ഷണം ഉണ്ടാകും. ആ നിരീക്ഷണം പറയുന്നത് നമുക്ക് അനുവദനീയവുമാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ കമാൽകുട്ടി, ശ്രീ അജയ് തറയിൽ.